ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായിട്ടുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഈ ഡാമിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നമ്മുടെ KICBക്കാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് നമ്മൾ കാണാൻ പോണത്. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 839 മീറ്റർ ഉയരമുള്ള കുറവമലയെയും 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയെയും കൂട്ടിയിണക്കിക്കൊണ്ട് 555 അടി ഉയരത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ കേൾക്കണ പോലെ കേട്ടോ, വളരെ വലിയ ഒരു ഡാം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 60 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഇവിടെ വെള്ളം സംഭരിച്ചു വെക്കുന്നത്. ഇവിടെ നിന്നും ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി. ഇടുക്കി ഡാമിന്റെ വീഡിയോ ഇടുക്കി ഡാമിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് നമുക്ക് 150 രൂപ ചാർജ് ഉണ്ട് ഒരാൾ. 4 ആൾക്ക് കൂടെ ടിക്കറ്റ് ചാർജ് വന്നത് 600 രൂപ. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് ഫോണോ ബാക്കിയുള്ള സംഗതികളോ ഒന്നും കയറ്റാൻ പാടില്ല. ഗവൺമെന്റിന്റെ റൂളാണ്. അങ്ങനെ ക്യാമറയൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് വളരെ സങ്കടത്തോടെയാണ് ഇടുക്കി ഡാം കണ്ടിറങ്ങിയിട്ടുള്ളത്. നമ്മൾ കാണുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ എത്തിക്കുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പറ്റാതെ വരുമ്പോൾ നമ്മുടെ ഈ യാത്രയിൽ വളരെയധികം വിഷമമാണ് തോന്നാറ്. നമ്മളവിടെ വൈദ്യുതി നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങളോടൊക്കെ കൂടിയാണ് നമ്മളെ അകത്തേക്ക് കയറ്റണതും അതുപോലെ അതിൻ്റെ ആ ഒരു വ്യൂവോ കാര്യങ്ങളോ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കാത്തതും. 750 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള ഈ പദ്ധതിയുടെ ഊർജ്ജോൽപാദന കേന്ദ്രം വരുന്നത് മൂലമറ്റത്താണ്. നാടുകാണിമലയുടെ മുകളിൽ നിന്ന് 750 മീറ്റർ അടിയിലുള്ള ഈ മൂലമറ്റം പവർ ഹൗസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ഹൗസ് ആണ്. ഈ ഡാമിന് ചുറ്റുള്ള ഏരിയയാണ് ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. ഡാമിനകത്ത് കൂടെ നമുക്കുള്ള ഇലക്ട്രിക് വണ്ടിയിലുള്ള ഒരു യാത്രയും അതുപോലെ അവരുടെ ഗൈഡ് പറഞ്ഞു തരുന്ന ഈ ഡാമിനെ പറ്റിയിട്ടുള്ള പഴയ പല കാര്യങ്ങളും എല്ലാം വളരെ കൗതുകരായിരുന്നു. ഇനി നമ്മൾ ചെമ്പൻ കൊലുമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസിയുടെ സമാധിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ഡാം പണിയാനുള്ള ഈ സ്ഥാനം കാണിച്ചു കൊടുത്ത ആളാണ് ചെമ്പൻ കൊലുമ്പൻ. 5 അടി ഉയരം, കറുപ്പ് നിറം, ചെമ്പിച്ച താടി, ജട പിടിച്ച നീണ്ട മുടി, മുട്ടിനൊപ്പം വരുന്ന ഒറ്റമുണ്ട്, കയ്യിലൊരു നീളൻ മടി, ആരെയും കൂസാത്ത നിവർന്ന് നെഞ്ചു വിരിച്ചുള്ള നടത്തം. ഇങ്ങനെയൊക്കെയായിരുന്നു ചെമ്പകശ്ശേരി നരിക്കാട് വനത്തിലെ ഊരാളി മൂപ്പനായിരുന്ന ചെമ്പൻ കൊലുമ്പൻ. കൊലുമ്പന്റെ പ്രതിമയ്ക്കും കുഴിമാടത്തിനും മുന്നിൽ ഇപ്പോഴും പിൻതലമുറക്കാർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെമ്പൻ കൊലുമ്പൻ്റെ സ്മാരകത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ കാൽവരി മൗണ്ടിലേക്കാണ് പോണത്. പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ അവിടെ വന്ന് നിർത്തുകയാണ്. ചെറുതോണി കട്ടപ്പന റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നായരുപാറ വാട്ടർഫോൾസ് ആണ് നമുക്ക് കാണാനുള്ളത്. വണ്ടി അങ്ങനെ നമ്മളോട് ഒതുക്കിയിട്ട് ഒന്ന് കയറി നോക്കാനുള്ള പ്ലാനാണ്. എന്തായാലും നമ്മൾ വന്നു. കാപ്പിക്കൂര് കേട്ടത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് എത്താനുള്ള നമ്മുടെ യാത്ര ഈ ഒരു ചെറിയ തോടിൻ്റെ അവിടെ വെച്ച് നിർത്തുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലവും അതുപോലെ അവിടെ ഒരു വീടും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും അതിനകത്തേക്ക് കയറുന്നില്ല. വെള്ളച്ചാട്ടത്തിന് അടിയിലേക്ക് പോകാൻ വഴിയുണ്ടോ? അതിലേ ഉണ്ടോ? പാലം കഴിഞ്ഞിട്ടോ? ആ ഓ ശരി, പാലം കഴിഞ്ഞിട്ടോ? അയ്യോ, അവിടെ ആകെ പൊന്ത കെട്ടി കിടക്ക. അതെല്ലേ, ശരി, അങ്ങനെ കുഴപ്പമില്ല. എന്നാ ശരി ചേട്ടാ, അവിടെ അല്ലേ? ആ ശരി.
ഈ വഴി കയറി എന്തായാലും ആ ചേട്ടൻ അടിപൊളി പരിപാടി നമുക്ക് പറഞ്ഞു തന്നത്. പാലം കടന്ന വഴിക്ക് നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള വഴിയുണ്ട് എന്നുള്ളത്. ആ വഴിയിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ആകെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള യാതൊരു വഴിയില്ല. അധികം സമയം കളയാനില്ലാത്തതുകൊണ്ടും നമുക്ക് കാൽവരി മൗണ്ട് കൂടെ കാണാനുള്ളതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് യാത്ര ഇരിക്കുകയാണ്.